സംസ്ഥാന DGP സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി. UPSCയുടെ പട്ടികയിലുള്ളത് റവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരാണ്. MR അജിത് കുമാറിനെ പട്ടികയിലേക്ക് പരിഗണിച്ചില്ല. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, സംസ്ഥാന സർക്കാരിന് MR അജിത് കുമാറിൽ വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ MR അജിത് കുമാർ ഇല്ലാത്ത ഒരു പട്ടികയാണ് UPSCയുടേത്. രുചീഷ് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വരാനിരിക്കുന്ന പട്ടികയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായ പ്രഖ്യാപനം ജൂൺ 30 മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഈ കേരള സർക്കാർ കൊടുത്ത പട്ടികയിലെ ആദ്യത്തെ 3 പേരെ തന്നെ കേന്ദ്രം UPSC സെലക്ട് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതിൽ നിന്ന് ഒരാളെ കേരളത്തിന് DGP പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ നിയമിക്കാം. സംസ്ഥാന സർക്കാർ കൊടുത്ത റാങ്ക് ലിസ്റ്റ് പോലും മാറ്റാതെയാണ് ഈ 3 പേരുടെ പേര് അതേപോലെ അംഗീകരിച്ചിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കേരളം കൊടുത്തിരുന്ന ലിസ്റ്റിൽ ആദ്യത്തെ പേര് റവാഡ ചന്ദ്രശേഖരന്റെ പേര് തന്നെയാണ് UPSC ഇപ്പോൾ അംഗീകരിച്ച ആദ്യ പട്ടികയിലുള്ളത്. അത് 2ാം സ്ഥാനത്ത് നിതിൻ അഗർവാൾ, 3ാം സ്ഥാനത്ത് യോഗേഷ് ഗുപ്ത എന്നീ പേരുകളാണ് ഇപ്പോൾ ഏകകണ്ഠമായി അംഗീകരിച്ചു എന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കേരളത്തിൽ നിന്നുള്ള UPSC ഇന്ന് 11 മണിക്ക് നടന്ന UPSC യോഗത്തിൽ കേരളത്തിൽ DGP പങ്കെടുത്തിരുന്നു. അതേപോലെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി പങ്കെടുത്തിരുന്നു. കാരണം ഈ ബയോഡാറ്റയും അതുപോലെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഈ പാനൽ തയ്യാറാക്കിയത് എന്ന് സംബന്ധിച്ച വിശദീകരണം യോഗത്തിൽ ഇരുവരും നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ജൂൺ 30 ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകും. അന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഇതിലൊരാളെ DGPയെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. ഏതായാലും 5ാം പേരിനുമായ MR അജിത് കുമാറിന്റെ പേരോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഒരു ചർച്ചയോ യോഗത്തിൽ നടന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം സംസ്ഥാന സർക്കാരോ അല്ലെ കേന്ദ്ര സർക്കാർ UPSC അംഗങ്ങളോ ഈ 3ൽ കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു തർക്കമോ ചർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് UPSC വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച പട്ടിക സംസ്ഥാന സർക്കാരിന് കൈമാറും. സംസ്ഥാന ഗവൺമെന്റ് ലഭിച്ചാൽ അതിലൊരാളെ സംസ്ഥാന മന്ത്രിസഭ DGPയെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ മുൻഗണനാ ക്രമത്തിൽ DGPയെ തീരുമാനിക്കുകയാണെങ്കിൽ അത് റവാഡ ചന്ദ്രശേഖരനായിരിക്കും കേരളത്തെ DGP എന്ന് പറയേണ്ടി വരും. രജീഷ്. ശരി, ശരത് ലാൽ.